മുംബൈ, പഴയ ബോംബെ, സ്വപ്നങ്ങളുടെ നഗരം, രാത്രി മുഴുവൻ ഉണർന്നിരിക്കുന്ന നഗരം, ധനത്തിന് തലസ്ഥാനം. എന്നാൽ ഈ നഗരത്തിൻ്റെ പിൻവശത്ത് എന്തോ ഒളിച്ചിരിക്കുന്നുണ്ട്. സ്വപ്നങ്ങൾക്കും വിലയുണ്ട്. ആ നാട്ടിലെ ജനങ്ങളുടെ സ്വപ്നങ്ങൾ അടച്ചു വച്ചിരിക്കുന്നത് ഈ സ്ഥലത്താണ്. ഡേ ഒനാർ ഡംപിംഗ് ഗ്രൗണ്ട്. മുംബൈയുടെ പിറകുവശത്തായി ഒരു മല ഒളിച്ചിരിപ്പുണ്ട്. 12 നില കെട്ടിടത്തിൻ്റെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മാലിന്യ കൂമ്പാരം. ഇത് വെറുമൊരു മാലിന്യ കൂമ്പാരമല്ല, നഗരത്തിൻ്റെ വിഷബോംബാണ്. ഡേ ഒനാർ ഡംപിംഗ് ഗ്രൗണ്ട് ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലുതുമായ മാലിന്യ കൂമ്പാരം. 1927 സ്ഥാപിതമായ ഡേ ഒനാർ ഇന്ന് 311 ഹെക്ടർ വിസ്തൃതിയിൽ പരന്നു കിടക്കുന്നു. ഏകദേശം 430 ഫുട്ബോൾ ഗ്രൗണ്ടുകൾക്ക് തുല്യം. ദിവസേന 5000 മുതൽ 5500 ടൺ മാലിന്യം വരെ ഇവിടെ എത്തുന്നു. വർഷങ്ങളായി കൂടിച്ചേരുന്ന മാലിന്യം ഇന്ന് 40 മീറ്റർ ഉയരമുള്ള മലകൾ, അതായത് ഏകദേശം 12 നില കെട്ടിടത്തിന് തുല്യമായി സ്ഥിതി ചെയ്യുന്നു. ഡേ ഒനാറിനോട് ചേർന്ന് ദരിദ്രരായ ആയിരക്കണക്കിന് കുടുംബങ്ങൾ അവിടെ താമസിച്ചു പോരുന്നുണ്ട്. അവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ വരുമാനത്തിനായി അവർ പ്ലാസ്റ്റിക്, ഗ്ലാസ്, മെറ്റൽ തുടങ്ങിയവ വേർതിരിച്ച് വിറ്റ് കുടുംബം പോറ്റുകയാണ്. ഈ പ്രദേശമാണ് മുംബൈയിലെ ഏറ്റവും ദരിദ്രമായ വാർഡ്, എം ഈസ്റ്റ് വാർഡ്. ഇവിടെ ജനിക്കുന്ന കുട്ടികളുടെ ശരാശരി ആയുസ് വെറും 39 വർഷം മാത്രമാണ്. മുംബൈയിലെ ശരാശരിയുടെ പകുതി മാത്രം. അതായത് ഇവിടെ ജനിക്കുന്ന ഒരു കുട്ടി ശരാശരി ആയുസ് എന്ന് പറയുന്നത് 39 വയസ്സ് മാത്രമാണ്. ഇനി നമുക്ക് ഇവിടെ ആരോഗ്യ മേഖലയിൽ കടക്കാം. ശ്വാസകോശ രോഗങ്ങൾ, TB, ചർമ്മരോഗങ്ങൾ, അതുപോലെ തന്നെയുള്ള കാലിൻ്റെ രോഗങ്ങൾ എന്നിവയൊക്കെ ദിവസേന ഓരോന്നോരോന്നായിട്ട് ഇവിടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അസുഖങ്ങളുടെ നേരിടാനുള്ള സാമ്പത്തികമായി അവരുടെ കയ്യിൽ ഭദ്രതയില്ലാത്തതിനാൽ പലരും അതിനെ വലിയ കാര്യമാക്കി എടുക്കാറില്ല. അവർ അതും വെച്ച് പേര് ജീവിക്കുകയാണ് മുംബൈയിലെ സ്ഥിരം കാഴ്ച. ഡേ ഒനാറിൻ്റെ സമീപ പ്രദേശങ്ങളുടെ ഒന്ന് കണ്ണൊഴിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. വാക്കർ ഉപയോഗിച്ച് നടക്കുന്നതും കാലിന് മന്തും അതുപോലെ നീരുകെട്ടിയുമായ ഒരുപാട് ജീവിതങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും. ഡേ ഒനാറിൽ നിന്നും പുറത്തുവരുന്ന മാലിന്യജലങ്ങൾ അവിടുത്തെ ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നു. BMCയുടെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് BOD, COD, TDS എന്നിവയുടെ നിലകൾ അനുവദനീയമായകളിൽ നിന്നും 4 മടങ്ങ് കൂടുതലാണ് എന്നാണ് അവിടെ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവിടുത്തെ ഭൂഗർഭജലത്തിലേക്കും മണ്ണിലേക്കും അതുപോലെ അരികിലുള്ള ക്രീക്കിലേക്കുമെല്ലാം ഈ വിഷാംശങ്ങൾ എത്തുന്നു. അതുപോലെ കാലാകാലത്തേക്ക് ഇവിടെ വേട്ടയാടാനുള്ളത് ഇപ്പോൾ തന്നെ അതിൽ കലർന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ. 2016 ജനുവരിയിൽ ഡേ ഒനാറിൻ്റെ സമീപപ്രദേശത്തുള്ള ആളുകൾക്ക് ചുമയും അതുപോലെ ദേഹാസ്വസ്ഥവും രൂപപ്പെടുന്നു. അന്വേഷിച്ച് ചെന്നപ്പോൾ കാണുന്നത് ഡേ ഒനാറിലുണ്ടായ തീപിടുത്തമാണ്. 4 ദിവസം തീ അണയ്ക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ അത് നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്നു. മുംബൈയുടെ മുഴുവൻ പുക മൂടി. 70 സ്കൂളുകൾ അടച്ചു. ആയിരങ്ങൾ ആശുപത്രിയിലെത്തി. മെത്തേൻ ഗ്യാസ് അടഞ്ഞ് ഇത്തരം തീപിടുത്തങ്ങൾക്ക് ഇടയാക്കുന്നു. ഇത് വായുവിൽ PM2.5, PM10 വിഷാംശം വർദ്ധിപ്പിക്കുന്നു. മുംബൈയിലെ AQI റെക്കോർഡ് ലെവലിലെത്തി. നഗരത്തിൻ്റെ മാലിന്യത്തിൻ്റെ വില ആരോഗ്യത്തിൻ്റെ ചെലവിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഡേ ഒനാറിലെ രോഗങ്ങൾ ചികിത്സിക്കാൻ സർക്കാർ കോടികൾ ചെലവിടുന്നു. സ്കൂളുകൾ അടയ്ക്കുന്നതോടെ കുട്ടികളുടെ പഠനം നഷ്ടമാകുന്നു. BMC ഇപ്പോൾ വലിയ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. 2368 കോടി രൂപ ചെലവിൽ 1.85 കോടി ടൺ ലെഗസി വേസ്റ്റ് നീക്കം ചെയ്യാൻ ബയോറിമീഡിയേഷൻ പദ്ധതി ആരംഭിച്ചു. കൂടാതെ 18 ഏക്കർ സ്ഥലത്ത് കമ്പസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് മഹാനഗർ ഗ്യാസ് പ്രൈവറ്റ് ലിമിറ്റഡ് നിർമ്മിക്കും. ഇതുമൂലം ദിവസേന 1000 ടൺ വെറ്റ് വേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് സിറ്റി ബസ്സസിനും ഓട്ടോസിനും ശുദ്ധമായ ഇന്ധനം നൽകാൻ സാധിക്കും. ഭാവിയിൽ ഡേ ഒനാർ മുഴുവൻ ഗ്രീൻ സെൽ ആയി മാറും. പച്ചപ്പുള്ള പാർക്കുകൾ, പുനരുപയോഗ സൗകര്യങ്ങൾ, നിയന്ത്രിത ലാൻഡ്ഫിൽ ക്യാപ്പ് ഇവയെല്ലാം സാധ്യമാകട്ടെ. എന്നാൽ ഈ നഗരത്തിൻ്റെ ഉത്തരവാദിത്വം സർക്കാരിൻ്റെത് മാത്രമാണോ? അല്ല, നമ്മുടേത് കൂടിയാണ്. വീട്ടിലുള്ള വെറ്റ് ഡ്രൈ ഹസാർഡിയസ് വേസ്റ്റുകൾ വേർതിരിക്കുക. നമ്മൾ ദൈനംദിനത്തിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുക. നമ്മുടെ ചെറിയ മാറ്റങ്ങൾ പോലും വലിയ മാറ്റങ്ങൾക്ക് തുടക്കമായേക്കാം. ഡേ ഒനാർ ഒരു മുന്നറിയിപ്പ് മാത്രമാണ്. നമ്മൾ ഇന്നു തന്നെ നടപടി എടുക്കാതെ പോകുകയാണെങ്കിൽ നാളെ നമ്മുടെ നഗരം മുഴുവൻ ഒരു മാലിന്യമലയാകും. ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിലുള്ള പുഴകളും അരുവികളും തോടുകളും അതുപോലെ കനാലുകളെല്ലാം മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനിയും നമ്മളത് നിയന്ത്രിച്ചില്ലെങ്കിൽ അത് ഇതുപോലെയൊരു അവസ്ഥയിലേക്ക് നമ്മുടെ കേരളവും എത്തിച്ചേരാൻ വലിയ സമയമൊന്നും വേണ്ടി വരില്ല. ഇതുപോലുള്ള വീഡിയോകളുമായി വീണ്ടും വരാം.